ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗായ്സ്, നമ്മളപ്പോൾ ഒരു CS കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇങ്ങനെ ചുമ്മാ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമാണ് CS. അപ്പോൾ നമ്മൾ ഫസ്റ്റ് CS സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ 3 പേരെ ഉള്ളായിരുന്നു. 4ാമത്തെ ആളില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കാണ്ട് മേൽ ടൈമർ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ നിന്ന് എക്സിറ്റ് ആവും. എക്സിറ്റ് ആയ പാടെ തന്നെ നമ്മൾ പിന്നെ അപ്പോൾ ആര് ഗെയിമിൽ നിന്ന് എക്സിറ്റ് ആയി അപ്പോൾ തന്നെ ഞാൻ പിന്നെ സ്റ്റാർട്ട് അടിച്ചിട്ട് ഇതാണ്ട് വേറെ ഒരു ഗെയിമിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അത്യാവശ്യം അപ്പുറത്ത് വന്നെങ്കിൽ നല്ല പ്രോ പ്ലെയേഴ്സാണ്. ഓക്കെ, RC ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള അവനെ കണ്ട അവൻ അത്യാവശ്യം നല്ല കളിക്കുന്നവനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ടീമേറ്റും നല്ലോണം കളിക്കുക. നമ്മുടെ ടീമേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സ്ക്വാഡ് എല്ലാവരും നല്ലോണം കളിക്കുന്നവരാണ്. എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ ക്യാരക്ടർ കോടയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് ഈ ഒരു ഫ്രീസിൻ്റെ ഈ ഒരു സാധനം എടുക്കാം. ഞാൻ ഈ കോട ഇട്ടിട്ടുണ്ട്. കോട ഇട്ട സമയത്ത് അവിടെ ഒരു ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ എന്താണ് ഒരു ലോറിയുടെ പുറമിലെ ഗൈസ് മെഡ് അടിക്കുവാണ്. കേസ് ഞാൻ ഐസിന് പോയിട്ട് അവനെ മറ്റേ സോണിയാക്കി നിർത്തിയിട്ടുണ്ട്. കേസ് അപ്പത്തെ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കാരണം അവൻ ഡിമിത്തിലിട്ടിട്ട് താഴോട്ട് വീഴാനുള്ള പ്ലാനായിരുന്നു. കേസ് അപ്പോഴത്തെ വേറൊരുത്തെ റഷ് അടിച്ച് അവനെ നമ്മളെ ടീമേറ്റ് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മെഡ് അടിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ 2 മെഡും അടിച്ച് തീർന്ന്. ഇനി ഇവളുടെ കേസ് മെഡ് കിട്ടി. അതിൻ്റെ അകത്ത് മെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെഡ് എടുക്കുക. അപ്പോഴത്തെ നമ്മുടെ 4ാമത്തെ ടീമേ നോക്കായിട്ടുണ്ട്. അപ്പം മറ്റേ നമ്മുടെ റോബോട്ട് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്ത് ഫ്രീസ് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും കേസ് നമ്മുടെ അവൻ പോയി നമ്മുടെ കില്ല് കുമ്മിയിട്ടുണ്ട്. കേസ് അപ്പോഴത്തെ നമ്മൾ ഫ്ലാഗ് ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് സെക്കൻഡ് റൗണ്ടാണ് കേസ്. ഓക്കെ, സെക്കൻഡ് റൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ട് നമുക്ക് UMP എടുക്കാം. ബാക്കി 200 രൂപയ്ക്ക് റിപ്പയർ കിറ്റും എടുക്കാം. നമ്മുടെ ടീമേറ്റൊക്കെ നല്ലോണം കളിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആവും. ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി. ഓക്കെ, അപ്പോൾ മാക്സിമം അല്ല ഒരു 40-50 സബ്സ്ക്രൈബേഴ്സ് കൂടെ ആകുമ്പോൾ ഗൈസ് നമ്മൾ 500 അടിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മൾ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുക. ഓക്കെ, മാക്സിമം നിങ്ങൾ നമ്മളെ 500 സബ്സ്ക്രൈബേഴ്സ് അടുപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു 50 സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി ഗൈസ്. ഓക്കെ, നമ്മൾക്ക് 500 അടിക്കാനായിട്ട് 500 സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടിയിട്ട് ഒരു 50 അല്ലെങ്കിൽ 40, എനിക്ക് 40 മതി ഗൈസ്. ഓക്കെ, 50 കണ്ട 40 സബ്സ്ക്രൈബേഴ്സ് മതി നമുക്കൊരു 500 അടിക്കാനായിട്ട്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ നിങ്ങൾ നമ്മളെ 500 അടിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് സമയത്തുണ്ട് ഇവിടെ 2 ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ടീമേറ്റ് അവന്മാരുടെ അടുത്തോട്ട് പോയിട്ട് നോക്കായി. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നിന്ന സമയത്തുണ്ട് സുഹൃത്ത് അവിടെ നിൽക്കുന്ന അവന് ഫുൾ റെഡ് കൊടുത്തിട്ടുണ്ട്. കേസ് അങ്ങോട്ട് ഓടിപ്പോയാൽ നമ്മുടെ അവിടുത്തെ ഒരു ടീമേ നോക്കാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ടീമേറ്റ് വേറൊരുത്തെ നോക്കാക്കി. കേസ് ഈ ഒരു വൂങ്കോങ്. ഓക്കെ, കേസ് ആ ഒരു വൂങ്കോ അത്യാവശ്യം നല്ല കളിയാണ്. ഓക്കെ, അവൻ്റെ ഗെയിം പ്ലേ ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം അവൻ നല്ലൊരു കളി ആണ് കളിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ പോലും അറിയാം എൻ്റെ പട്ടാസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ടിൽ AW എടുക്കാം. AWയും UMP ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീടുണ്ടല്ലോ ഗൈസാണ്ട്, ഈ ഒരു വീടിൻ്റെ മണ്ടയിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, ഈ ഒരു വീടിൻ്റെ മണ്ടയിലോട്ട് നമുക്ക് പോകാം ഗൈസ്. പിന്നെ എത്ര പേർക്ക് AWയും വെച്ച് കളിക്കാൻ അറിയാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ ഗൈസ്. എനിക്ക് കളിക്കാൻ അറിയാം, പക്ഷേ ഞാൻ എടുക്കുന്നില്ല. കാരണം റൗണ്ട് എല്ലാം കൈവിട്ട് പോയാലേ പിന്നെ അത് ഭയങ്കര സീനാവും. അതുമാത്രമല്ല നമ്മൾ മാസ്റ്റർ അടിക്കാൻ വേണ്ടി നമുക്ക് ഇനി കുറച്ച് പ്ലസ് കൂടെ മതി. ഒരു 4 പ്ലസ് കൂടെ കിട്ടിയാൽ, അതായത് 4 സ്റ്റാർ കൂടെ കിട്ടിയാൽ നമ്മൾ മാസ്റ്റർ അടിക്കുന്നതായിരിക്കും. അപ്പോൾ പിന്നെ റിസ്ക് എടുക്കാനൊന്നും വയ്യ. പക്ഷേ ഞാനങ്ങനെ നമ്മൾ ഈ റൂഫിൻ്റെ മണ്ടയിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ഈ റൂഫിൽ നിന്ന് അപ്പുറത്തെ വീടിൻ്റെ റൂഫിലോട്ട് ചാടാനാണ് ഗൈസ് എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ. പക്ഷേ ഞാൻ ഇവിടെ നോക്കുന്നുണ്ട് ഇതിൽ എനിമി ഉണ്ടോ എന്ന്. അപ്പോഴത്തേക്കും കേസ് നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ആ ലോറി പാർക്ക് ചെയ്യുന്ന തൊട്ടപ്പുറത്തെ ഒരു എനിമി വന്ന് ഞാൻ ചാടുന്ന സമയത്ത് വേറൊരുത്തം വന്നുകൊണ്ട് അവിടെ കവർ എടുത്തൊരുത്തം നിൽപ്പുണ്ട്. രണ്ടേസ് ഒരുത്തം നമ്മുടെ ടീമേറ്റിനെ നോക്കടായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റഷ് അടിക്കും ഉപയോഗിച്ചിട്ട് നമുക്ക് റഷ് അടിക്കാണ്ട് ഒരുത്തൻ കേസ്. ഓക്കെ കേസ്, നമുക്ക് കുറച്ച് ഡാം കൊടുത്താൽ യൂമ്പിട്ട് കവർ ചെയ്യാം. നമ്മൾ പിന്നെ നല്ലോണം ഡാം കൊടുത്താൽ അവനവിടെ നോക്കാക്കിയിട്ടുണ്ട്. സൈസ് നമുക്ക് പുറമേ നിന്ന് അടിയിട്ട് വരും 3 HP ആയിട്ടുണ്ട്. ഓക്കെ, ബസ് നമ്മൾ സ്നൈപ്പർ വെച്ച് അവനെ അടിച്ചെങ്കിൽ വേറെ എങ്ങോട്ടോ പോയി. ഓക്കെ, 150 അപ്പോഴത്തെ നമ്മുടെ ടീമേജ് കയറി എടുത്തിട്ടുണ്ട്. ഓക്കെ, ബസ് നമ്മളങ്ങനെ 3 റൗണ്ട് എടുത്തിട്ടുണ്ട്. ബസ് 3 റൗണ്ട് എടുത്തപ്പോഴത്തേക്കും നമ്മൾ 3 റൗണ്ട് എടുത്തല്ലോ എന്ന് വെച്ചാൽ ഫ്ലാഗ് കുത്തിയിട്ടുണ്ട്. അത് ഞാൻ ചെയ്ത വലിയൊരു തെറ്റാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. നിങ്ങളെല്ലാം ഒന്ന് കണ്ടു നോക്കും, അപ്പം മനസ്സിലാവും. ബൈസ് നമ്മൾ AW എടുത്തിട്ടുണ്ട്. ഓക്കെ ബൈസ്, ഞാൻ നോക്കാം ബൈസ്. എനിക്ക് കളിക്കാനായിട്ട് അറിയാം, പക്ഷേ ഇവന്മാർ നല്ലോണം കളിക്കുന്നുണ്ട്. ഇവന്മാർ ഇനി റൗണ്ട് തിരിച്ചെടുക്കുമെന്നൂടെ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, കളിച്ച് നോക്കാം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ മാക്സിമം ഉള്ള സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക. നമുക്ക് ഇനി ഒരു 40 സബ്സ്ക്രൈബേഴ്സ് കൂടെ അതിൽ 500 സബ്സ്ക്രൈബേഴ്സ് ആവും. അപ്പോൾ മാക്സിമം നിങ്ങൾ നമ്മൾ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ മണ്ടയിലോട്ട് പോകാം. ഈ റൂഫിൽ പോകാം.
ഓക്കെ നമുക്ക് എങ്ങനെയോ റൂഫ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എത്തിയ പോലെ തന്നെ നല്ല ഡാം ഇട്ടിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഒരുത്തൻ ലെഫ്റ്റ് സൈഡിൽ കൂടെ നമ്മളെ ഡാം തരാനായിട്ട് നോക്കുന്നുണ്ട്. ഗൈസ് നമുക്ക് ഗ്ലൂ വാളിൻ്റെ കവറിലാണ് ഗൈസ്. അവിടെ ആയിട്ട് ഒരുത്തൻ കണ്ടോ ഗൈസ്. കൊള്ളാം ഗൈസ്, നമ്മൾ നോക്കായിട്ടുണ്ട് ഗൈസ്. നമുക്ക് താഴെ ചാടും. താഴെ നമ്മുടെ ടീമിൽ നിൽപ്പുണ്ടെന്നാണ് ഗൈസ് നമുക്ക് തോന്നുന്നത്. നമുക്ക് താഴെ ചാടാം. ഓ ഗൈസ്, ഇവിടെ ഒരുത്തൻ നിൽപ്പുണ്ട് ഗൈസ്. ഈ ഗ്ലൂ വാളിൻ്റെ അവിടെ ഗൈസ് അവിടെ ഒരുത്തൻ നിൽപ്പുണ്ട് ഗൈസ്. നമ്മൾ തീർന്നു ഗൈസ്, നമ്മൾ ചത്തിയത്ത് ഗൈസ്. ഇവന്മാർ 2 പേരാണ് ഉള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരുത്തൻ ഗ്രോസ് വെച്ചിട്ടാണ് ഗൈസ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അവസാനം ഇവന്മാർ 2 പേരാണ് ഗൈസ് ഉള്ളത്. ഇവന്മാർ 2 പേര് കളി എടുക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇനി വെറും ഒരു 40 സബ്സ്ക്രൈബേഴ്സ് ഗൈസ് നിങ്ങൾ മറക്കല്. ഇപ്പോൾ തന്നെ നമ്മൾ സബ്സ്ക്രൈബിലേക്കും ചെയ്യാം ഗൈസ്. നമുക്ക് ഇവന്മാരുടെ ഒരു ഗെയിം പ്ലേ കാണാം. ഗൈസ് പൈസ അവന്മാരിങ്ങനെ കുറേ നേരം ഇരിക്കുന്ന സമയത്താണ് ഈ ഒരുത്തൻ പെട്ടെന്ന് റഷ് അടിക്കുക. അപ്പോഴത്തേക്ക് രണ്ടാമത്തെ റഷ് അടിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ രണ്ടാമത്തെ ടീമേ നോക്കായിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഗൈസ് മൊത്തത്തിൽ 3 നോക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ 3 നോക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അവൻ താഴോട്ട് ചാടിയ സമയത്തേക്ക് ഇവന് നല്ല ഡാം ഇട്ടിട്ടുണ്ട്. മറ്റേ മേളിൽ നോക്ക അവിടെ കിടപ്പുണ്ട്. ഗൈസ് ഇവൻ നല്ല ഡാം ഇട്ടിട്ടുണ്ട്. ഇതാണ് അവൻ ചാവാനായിട്ട് പോകുന്നത്. ഓ ഗൈസ് അവൻ സോണിലായിട്ട് പോയി. ഗൈസ് അവൻ സോണിലോട്ട് പോയിട്ട് കഴിഞ്ഞാൽ ഗൈസ് അവന് ഒരു കളി എടുക്കാനായിട്ട് പറ്റിയില്ല. ഗൈസ് ഇല്ലെങ്കിൽ അവൻ്റെ ഈ സൈഡിൽ മാത്രമേ അവൻ ഗൈസ് അവന് കളി എടുക്കാനായിട്ട് പറ്റിയത്. സാറേ ഗൈസ് നമുക്ക് ഈ ഒരു കളി എങ്ങനെയും എടുക്കാം. ഗൈസ് ഞാൻ ഈ ഒരു കളി UMP തന്നെയാണ് ഗൈസ് എടുക്കുന്നത്. ഓക്കെ നമുക്ക് ഈ UMP തന്നെയാണ് ഗൈസ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഗൈസ് കഴിഞ്ഞ കളി ജസ്റ്റ് മിസ് ചെയ്യാണ് പോയത്. അതിൻ്റെ നല്ല സങ്കടം എനിക്കുണ്ട് ആ ഒരു കളി പോയതിൻ്റെ. സാറേ നമുക്ക് ഈ ഒരു കളി എങ്ങനെയും ഒക്കെ എടുക്കാനായിട്ട് നോക്കാം. മാക്സിമം ഈ ഒരു കളി എടുക്കാനായിട്ട് നോക്കും ഗൈസ്. ഓക്കെ മാക്സിമം ഈ ഒരു കളി എടുക്കാനായിട്ട് നോക്കും. നമുക്ക് ഈ ഒരു വീടിൻ്റെ മണ്ടയിലോട്ട് പോകാം. ഈ ഒരു വീടിൻ്റെ മണ്ടയിലോട്ട് പോകാം ഗൈസ്. കഴിഞ്ഞിട്ട് ഈ ഒരു വീട് ഗൈസ് അങ്ങനെ നമുക്ക് ചാടി കളിക്കാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ ഒരു വീട്, അടുത്ത ആ ഒരു വീട് ഗൈസ് അങ്ങനെ നമ്മൾ ചാടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തം നമുക്ക് നല്ല ഡാം വന്ന് നമ്മളപ്പോഴത്തേക്കും മെഡടിച്ച് കോടയിട്ട സമയത്ത് ഗൈസ് നമുക്ക് ആ ഒരു പച്ച വീടുണ്ടോ ഗൈസ് അവിടെ ആയിട്ട് ഒരുത്തം നമുക്ക് നല്ല ഡാം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ ഗൈസ് അവിടെ ആയിട്ട് അവനെ കുറച്ച് ഡാം കൊടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവൻ താഴോട്ട് ചാടി. അപ്പോഴാണ് അവിടെ 2 പേര് അവന് കുറച്ച് ഡാം കൊടുത്തിട്ടുണ്ട്. അവർ 2 പേരുണ്ട്. ഒരുത്തന്നെ ഡാം കിട്ടിയോളൂ. അപ്പോഴത്തേക്കും ഗൈസ് നമ്മൾ അപ്പുറത്തോട്ട് ചാടായിട്ട് പോയപ്പോഴത്തേക്കും നമ്മൾ താഴെ വീണ്. അപ്പോൾ ഗൈസ് എന്തായാലും അപ്പുറത്തോട്ട് റഷ് അടിക്കാമെന്ന്, കാരണം അവിടെ 2 പേരുണ്ടല്ലോ ഗൈസ്. അപ്പോൾ അപ്പുറത്തോട്ട് റഷ് അടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഗൈസ് നമ്മുടെ ടീമേറ്റിൽ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ നോക്കാവും. ഗൈസ് ഈ ഒരു വീടുണ്ട് ഗൈസ്. ഈ ഒരു വീട് ഇങ്ങനെ ഒരു അലമാരിയാണ് ഗൈസ്. ആ അലമാരിക്കകത്താണ്ട് ഗൈസ് അങ്ങനെ കിടക്കാനായിട്ട് പറ്റും. ഓക്കെ ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. ഗൈസ് ഇപ്പോഴും ഒരു 2 മാസം മുന്നേ കണ്ടാണ്. ഓക്കെ സംഭവം നമ്മളിങ്ങനെ വരുന്ന സമയത്ത് അവിടെ ആയിട്ട് 2 പേര് ഒരുത്തൻ മേലോട്ട് കയറിപ്പോയപ്പോഴാണ് ഗൈസ് ഒരുത്തൻ ഇവിടെ ഇരിക്കുന്നത്. ഗൈസ് അവിടെ ഇരുന്ന് മെഡ് അടിക്കും. ഒരുത്തൻ നമ്മുടെ പുറമെ കൂടെ വരുന്നുണ്ട് ഗൈസ്. അവനെ നമുക്കാദ്യം ഇവനെ ഫിനിഷ് ചെയ്യും, എന്നിട്ട് അവനെ അടിക്കാം. ഗൈസ് അവനെ അടിക്കാൻ നേരത്തെ ഗൈസ് നമുക്ക് പുറമേ നിന്ന് ഒരു വൂങ്ങോ കിട്ടാണ്ട് ശിവന് ഡാം വന്ന് ഗൈസ്. അത് മാത്രമല്ല ഗൈസ് നമ്മൾ ഇമോട്ടും അടിക്കുന്നുണ്ട്. ഓക്കെ അപ്പോൾ നമ്മൾ ഇമോട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ റിവെഞ്ച് എടുക്കും, അത് വേറെ കാര്യം. അപ്പോൾ ഗൈസ് നമുക്ക് AWM UMP എടുക്കാം ഗൈസ്. വേണ്ട ഗൈസ് UMP വേണ്ട ഗൈസ്. നമുക്ക് കിങ്ഫിഷർ എടുക്കാം. അതിൻ്റെ ഒരു ഗ്ലൂ വാൾ എടുക്കാം ഗൈസ്. ഇവിടെ നമ്മുടെ പുതിയ പ്ലേസ് ഒന്നും അങ്ങനെ അറിയാത്തൊരു സീക്രട്ട് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഓക്കെ ഗൈസ് ഓൾഡ് പ്ലേസേ അറിയാം, എന്നാലും ഇപ്പം പുതിയതായിട്ട് വരുന്ന പ്ലേസിന് അറിയാത്തൊരു സ്ഥലമാണ്. ചിലവർക്കറിയാം ചിലവർക്ക് അറിയത്തില്ല. അപ്പോൾ ഗൈസ് അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു വീടുണ്ട് ഗൈസ്. ഈ ഒരു വീട് നോക്കിക്കോണേ ഗൈസ്, ഞാൻ ഇപ്പോൾ കാണിച്ചില്ല ഗൈസ്. ആദ്യം ഒരു വേസ്റ്റ് ബിൻ ഉണ്ടല്ലോ, ഇതിൻ്റെ മണ്ടയിൽ ചാടി കയറി എന്നിട്ട് ഗൈസ് ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു ഗ്ലൂ വാൾഡാ ഇതിൻ്റെ മണ്ടയിൽ കയറുക. ഇത്രേ ഉള്ളൂ. സോ സിമ്പിൾ. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഈ ഒരു വീടിൻ്റെ മണ്ടയിൽ കയറാനായിട്ട് പറ്റും ഗൈസ്. അപ്പോൾ ഗൈസ് അവിടെ ഒരു എനിമിയെ കാണുന്നുണ്ട്. ഓക്കെ ഗൈസ് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ് ഓക്കെ ഗൈസ് 229 ഗൈസ് അവിടെ ഒരുത്തൻ നോക്കായിട്ടുണ്ട്. നമ്മൾ ടീം നോക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് അവനെ രക്ഷിക്കാനായിട്ട് ഒരുത്തൻ വരുന്നുണ്ട് ഗൈസ്. അവൻ പൊക്കി വിട്ട് ഗൈസ്. അവനെ പൊക്കി വിട്ട് ഗൈസ്. അവനെ അവിടെ സോൺ കേടി നിന്നിട്ടുണ്ട് ഗൈസ്. അപ്പോഴത്തേക്കും മറ്റേ വന്നു ഗൈസ്. അതായത് ഞാൻ മുമ്പ് ആദ്യം നോക്കിയിട്ടാൻ വന്നത്. ഏതാണ്ട് ഒരു താഴെ കൂടെ ഒക്കെ പോകുന്നു ഗൈസ്. ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഉമ്മ എവിടെ നോക്കാന്നോ പോകുന്നത് ഗൈസ്. നമുക്ക് ആ ഒരു ഗ്ലൂ വാൾ പൊട്ടിക്കും. ഇപ്പോൾ 2 പേരും റിവൈവ് ആയി കാണും ഉറപ്പാണ്. 2 പേര് റിവൈവ് ആയി കാണും.
ഗൈസ് നമുക്ക് ഓക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് 2 പേർ റിവൈവ് ആയിട്ടുണ്ട്. ഒരുത്തൻ എനിക്ക് നല്ല ഡാം വന്ന് ഗൈസ് ഞാൻ താഴെ ചാടാൻ പോയപ്പോഴത്തേക്കും അവൻ എന്നെ അവിടെ നിന്ന് അടിച്ച് ഡേയ്സ്. ഓക്കെ ഗൈസ് ഇവൻ നോക്കുക ഗൈസ് കണ്ടോ ഇമോട്ട് അടിക്കുന്നുണ്ട് ഗൈസ്. ഈ ഒരു റൗണ്ട് എന്തായാലും നമ്മൾ എടുക്കുമെന്ന് വെച്ചാൽ എടുക്കും, റിവെഞ്ച് എടുക്കും നമ്മൾ ഈ ഒരു റൗണ്ട് ഗൈസ്. ഈ ഒരു റൗണ്ട് UMP AWM ഗ്ലൂ വാള് സ്പീഡ് ബൂസ്റ്റ് മെഡിക്കേറ്റ് എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ ഈ ഒരു റൗണ്ട് തീ പാറും. ഓക്കെ ഈ ഒരു റൗണ്ട് നമ്മൾ എങ്ങനെയൊക്കെ എടുക്കാൻ ഉണ്ട്. ഓക്കെ ഈ ഒരു റൗണ്ട് എങ്ങനെയും എടുക്കുമെന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ നമ്മൾ എടുക്കും. ഗേസ് എനിക്ക് 5 കില്ലും എൻ്റെ വേറെ ടീമേറ്റിന് 7 കില്ലുമാണ് ഗേസ് വരുന്നത്. ഓക്കെ ഗൈസ് നമുക്ക് ഇവിടോട്ടും എല്ലാം നിൽക്കാം, ഇവിടോട്ട് പോയിട്ട് സ്നൈപ്പ് ചെയ്തുകൊണ്ടെല്ലാം നിൽക്കാം. നോക്കാം ഗേസ് കോഡ് ഇട്ട സമയത്ത് ആരെയും ഡിക്റ്ററ്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ 2 ടീമേറ്റ് അപ്പർ സൈഡിലും വേറൊരു തെഞ്ചൂടെയും വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റ് നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട്. ഓക്കെ നമ്മൾ 3 അവന്മാർ പോകുന്നുണ്ട്, ഒരുത്ത അപ്പുറത്തേക്ക് ഒറ്റയ്ക്ക് സോളോ ആയിട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും അങ്ങോട്ട് റഷ് ആണ് ഗൈസ് ചാൻസ്. അപ്പോൾ അങ്ങനെ റഷ് അടിക്കുന്ന സമയത്ത് ഗൈസ് നമുക്ക് പുറമേ നിന്ന് ഡാം കിട്ടി, എനിക്കല്ല എൻ്റെ ടീമേറ്റിന്. അപ്പോഴത്തേക്കാണ് ഗൈസ് അവിടെ ഒരു വൂങ്ങോങ് അവനൊരു 156 കൊടുത്തപ്പോൾ അടുത്ത കെല്ലി വന്ന് കെല്ലിക്ക് ഒരു 154 കൊടുത്തപ്പോൾ നമ്മുടെ ഒരു ടീമേറ്റ് ബാക്കോട്ട് റഷ് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കില്ല് അവൻ എടുത്തിട്ടുണ്ട്. ഓക്കെ 2 പേരെ അവൻ എടുത്തിട്ടുണ്ട്. സംഗീത സ്ഥാനത്താണ് ഒരുത്തൻ ഇങ്ങോട്ട് വന്നത് ഗൈസ്. അവനെ എങ്ങനെയൊക്കെ നമ്മൾ UMP കുത്തിപ്പിടിച്ച് നോക്കാക്കി അടുത്തവന് ഫുൾ റെഡ് കൊടുത്ത് അങ്ങോട്ട് അവിടെ അങ്ങ് നോക്കാക്കി നമ്മൾ ഫ്ലാഗ് ഇങ്ങോട്ട് കുത്തി ആ കളി അങ്ങോട്ട് ബുയ്യ അടിച്ചിട്ടുണ്ട്. ഗൈസ് നിങ്ങളിപ്പോൾ തന്നെ നമ്മൾ മാക്സിമം സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാതെ അതുപോലെ ഗൈസ് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് നല്ല ലൈക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ റെഡിയും കൂടെ കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പം ആരും മറക്കണ്ട, നമുക്ക് 500 സബ് ആവാം. വെറും 40 സബ്സ്ക്രൈബേഴ്സിന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക.